ഹായ് ഓൾ, വെൽക്കം ടു ഫുട്ബോൾ അരീന. അർജന്റീൻ സൂപ്പർ താരമായ പൗലോ ദിബാല ഒരുപാട് കാലം യുവൻറ്റസിന് വേണ്ടി കളിച്ച താരമാണ്. നിലവിൽ മറ്റൊരു ഇറ്റാലിയൻ ക്ലബ്ബായ റോമയ്ക്ക് വേണ്ടിയാണ് അദ്ദേഹം കളിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ഇറ്റാലിയൻ ലീഗ് മത്സരത്തിൽ ടോറിനോക്കെതിരെ മികച്ച പ്രകടനം പുറത്തെടുക്കാൻ പൗലോ ദിബാലയ്ക്ക് കഴിഞ്ഞിരുന്നു. അതായത് ഒരു ഗോളും ഒരു അസിസ്റ്റും അദ്ദേഹം സ്വന്തമാക്കി. അദ്ദേഹത്തിൻ്റെ പ്രകടനത്തിൻ്റെ മികവിലാണ് റോമ എതിരില്ലാത്ത 2 ഗോളുകൾക്ക് ടോറിനോയെ പരാജയപ്പെടുത്തിയത്. ഇപ്പോഴിതാ അതുമായി ബന്ധപ്പെട്ട ഒരു കണക്ക് ഒപ്റ്റ ഇപ്പോൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഇറ്റാലിയൻ ലീഗിൽ ഒരു അപൂർവ നേട്ടം അദ്ദേഹം സ്വന്തമാക്കി എന്ന് തന്നെ പറയേണ്ടി വരും. അതായത് അവസാനത്തെ 20 സീസണുകളിലെ കണക്ക് എടുത്തു നോക്കുമ്പോൾ 200 ഗോൾ പങ്കാളിത്തങ്ങൾ പൂർത്തിയാക്കിയ ആദ്യത്തെ വിദേശ താരം എന്ന റെക്കോർഡ് ഇപ്പോൾ പൗലോ ദിബാല സ്വന്തമാക്കിയിട്ടുണ്ട്. അതായത് ഇറ്റാലിയൻ ലീഗിലെ കണക്കുകളാണ് ഇത്. ഇറ്റാലിയൻ ലീഗിലെ അവസാനത്തെ 20 സീസണുകളിലെ കണക്കുകൾ എടുത്തു നോക്കുമ്പോൾ ഇറ്റലിക്ക് പുറത്തുള്ള ഒരു താരം ആദ്യമായിക്കൊണ്ടാണ് 200 ഗോൾ പങ്കാളിത്തങ്ങൾ പൂർത്തിയാക്കുന്നത്. 131 ഗോളുകളും 69 അസിസ്റ്റുകളും ഇറ്റാലിയൻ ലീഗിൽ മാത്രമായിക്കൊണ്ട് നേടാൻ പൗലോ ദിബാലയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്ന് പറയുമ്പോൾ 200 ഗോൾ പങ്കാളിത്തങ്ങൾ അദ്ദേഹം പൂർത്തിയാക്കി കഴിഞ്ഞു. ഇറ്റലിക്ക് പുറത്തുള്ള ഒരു താരം എന്ന നിലയിലാണ് അദ്ദേഹം ഈ ഒരു നേട്ടം സ്വന്തമാക്കിയിട്ടുള്ളത്. ഏതായാലും ഒരു ഘട്ടത്തിൽ അർജന്റീന ആരാധകർക്ക് വലിയ പ്രതീക്ഷകൾ നൽകിയിരുന്ന ഒരു താരമായിരുന്നു പൗലോ ദിബാല. പക്ഷെ പിന്നീട് അദ്ദേഹം പതിയെ ആ ഒരു പ്രതീക്ഷകളോട് നീതി പുലർത്താതെ പോയി. ഇനിയിപ്പോൾ വരുന്ന വേൾഡ് കപ്പിനുള്ള അർജന്റീന സ്ക്വാഡ് പ്രഖ്യാപിക്കുമ്പോൾ അതിൽ ദിബാലയ്ക്ക് ഇടം ലഭിക്കാനുള്ള സാധ്യതകൾ കുറവാണ്. നിലവിൽ സ്കലോണിയുടെ ആ ഒരു പ്ലാനിൽ പൗലോ ദിബാലയ്ക്ക് ഇടമില്ല എന്നാണ് അർജന്റീൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. പക്ഷെ എന്തെങ്കിലും ടെസ്റ്റ് സംഭവിക്കുമോ എന്നുള്ളതൊക്കെ കാത്തിരുന്നു കാണേണ്ട കാര്യമാണ്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീഡിയോ കാണാം.